ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി കല്യാണം വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് മാരേജിന് പോവുകയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയും കൂട്ടി പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. പക്ഷേ അവസാന നിമിഷത്തിൽ പ്ലാൻ എല്ലാം മാറി റുവാക്കുട്ടിയും കൂടെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. വാപ്പ ആ സമയം ഫ്രീ ആയിരുന്നത് കൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിലൊക്കെ കൊള്ളാണ്ട് ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ. 10:30ക്കും 11:00നും ഇടയിലായിരുന്നേ മുഹൂർത്തം. നമ്മളവിടെ എത്തുമ്പോൾ ഒരു 10:15 ആയിട്ടുണ്ടായി. അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഹാളിലേക്ക് കയറിയിരുന്നു. അവിടെ പാട്ടും ഇങ്ങനെ ആളുകളെയും ഒക്കെ കണ്ടപ്പോൾ റുവാക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. റുവാക്കുട്ടിയെ കൊണ്ടുവരുന്നുള്ള പ്ലാന് അവസാന നിമിഷം വന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ സാധാരണ റുവായെ കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ ഒരു കല്യാണം ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഒരുപാട് ആളൊന്നുമില്ല. കാരണം ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ് കേട്ടോ. ഇന്ന് ഹിന്ദു വെഡ്ഡിങ് ആണെങ്കിൽ നാളെ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ അവരുടെ മുഹൂർത്തത്തിൻ്റെയും സമയമായി. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വേറെയും 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനാണ് വിശാഖ്. ഇനി വേറൊരാൾ കൂടിയുണ്ട്, അവനാണ് ഷാൻ. കല്യാണ പെണ്ണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ പേര് അനശ്വര എന്നാണ്. ഞാനും അവളും 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നല്ല തിക്ക് ഫ്രണ്ട്സായിരുന്നു. സ്കൂളിൽ മാത്രമല്ല ട്യൂഷൻ ക്ലാസ്സിലും അങ്ങനെയായിരുന്നേ. അപ്പോൾ ഇന്ന് അവളുടെ കല്യാണം കൂടാൻ പോയപ്പോൾ എനിക്ക് ആ മെമ്മറീസൊക്കെ ആയിരുന്നു കേട്ടോ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല സ്കൂൾ കഴിഞ്ഞ് ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കേട്ടോ നമ്മൾ നമ്പറൊക്കെ സെറ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് തുടങ്ങിയത്. അപ്പോഴും നമ്മൾ പറയുന്ന സ്റ്റോറീസ് ഫുള്ളും നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസാണ്. എന്തായാലും ഇന്ന് അവളുടെ കല്യാണമായിരുന്നു. അവൾ റുവായും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ മാത്രമല്ല എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ റുവായെ കാണുന്നത്. എന്തായാലും കല്യാണമൊക്കെ കണ്ടു. നമ്മൾ സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. ചേട്ടനെ അവൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നു. അതുപോലെ നമ്മളെയും അവൾ ചേട്ടന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായി. ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് പറ്റുന്നത്ര കഥയും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. കാരണം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നേരിട്ട് എല്ലാവരെയും കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അതുപോലെ അവളുടെ കല്യാണമാണല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് അവളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. എൻ്റെ അനിയത്തി എൻ്റെ കൂടെ വന്നെങ്കിലും ഇതുപോലെ സ്റ്റേജിൽ കയറാനും ഫോട്ടോ എടുക്കാനും ഒന്നും നമ്മൾ അവളെ നോക്കണ്ട, അവൾ വരത്തില്ല. അങ്ങനെ നമ്മൾ അവളെയും കൂട്ടി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റുവാക്കുട്ടിയെ നോക്കുന്ന ഇൻചാർജ് അവളങ്ങ് ഏറ്റെടുത്തു. സോ എനിക്ക് നല്ല സമാധാനമായിട്ട് സദ്യ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന് ശേഷം ആദ്യത്തെ സദ്യയാണ് ഞാൻ ഈ കഴിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും ചോറും പരിപ്പും നെയ്യും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നിട്ടുണ്ടായി. ഫോട്ടോ സെഷൻ്റെ ഇടയിലും അവൾ കുറച്ച് നേരം നമ്മളെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. കാരണം വാപ്പ നമ്മളെ കൂട്ടാൻ വേണ്ടി പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.